ഇവിടെ ആറന്മുളയിൽ ഇപ്പോഴും സ്ഥിതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. റാന്നിയിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് എത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ആറന്മുള നേരിടുന്നത് വലിയ ദുരന്തമാണ് എന്നും സർക്കാരിന്റെ കൂടുതൽ ശ്രദ്ധ വേണമെന്നും അബിൻ വർക്കി MLA ആവശ്യപ്പെട്ടു. ഇനിയും മഴ പെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും അബിൻ വർക്കി പറഞ്ഞു. റഹീസ് റഷീദ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. റഹീസ്, ഇന്നലെ മുതൽ ആറന്മുള വലിയ ദുഃഖത്തോടുകൂടി നമ്മളെല്ലാവരും ആറന്മുളയിലേക്ക് നോക്കുകയാണ്. അവിടെ നിന്ന് കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ മാത്രം മതി അവിടെ സംഭവിക്കുന്ന ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി ആഴം നമുക്ക് മനസ്സിലാവാൻ. MLA വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. 5 പഞ്ചായത്തെങ്കിലും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതും ഒരു ദിവസം കൂടി മഴ പെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കാണുന്ന കൂടുതൽ കാഴ്ചകൾ? എന്തെങ്കിലും ഒരു പ്രത്യേക ഇടപെടൽ ആറന്മുളയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമോ റഹീസ്? ഷിഹാസ്, ആറന്മുള വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഇപ്പോഴും കിടക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന വെള്ളം മൊത്തം വെള്ളമായ ആറന്മുളയുടെ ഒരു പ്രദേശത്തേക്ക് ഫയർഫോഴ്സ് ടീമിൻ്റെ കൂടെ വന്നതാണ്. അവരൊരു റെസ്ക്യൂ പ്രവർത്തനത്തിന് ഇവിടെ വന്നതാണ്. പെട്ടെന്ന് അത്യാവശ്യമായ ആശുപത്രി ഡോക്ടർമാരുടെ സേവനം വേണ്ട ഒരു രോഗിയെ എടുക്കാൻ മറ്റ് സൗകര്യങ്ങൾ ഒന്നും ഇങ്ങോട്ട് വരാനില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. കുറേ സമയം നമ്മൾ അവരുടെ ഫയർഫോഴ്സിൻ്റെ ബോട്ടിലിരുന്ന് വന്നു. ആ രോഗി ഇവിടെ ഈ വെള്ളം കയറി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു സ്ത്രീയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ഫയർഫോഴ്സിനെ അറിയിച്ചതിന് ശേഷം അവർ വന്നതാണ്. അവരെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട അടിയന്തരമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കുറച്ച് മുമ്പാണ് വാർഡ് മെമ്പർ ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെടുന്നതും അതിനുശേഷം ഫയർഫോഴ്സ് എത്തി അവരുടെ വാഹനത്തിൽ അവരുടെ ഡെങ്കി ബോട്ടിലേക്ക് കയറ്റുകയും ചെയ്യുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രദേശമാണ്. ഈ പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് മാറ്റുകയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ് ആറന്മുളയുടെ യഥാർത്ഥ അവസ്ഥ എന്ന് കൃത്യമായി കാണാനും പറ്റി. പല സ്ഥലത്തും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീടുകൾ, നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ പോയത്. പക്ഷേ ഈ ടീമിൻ്റെ കൂടി വന്നപ്പോഴാണ് എത്ര വലിയ ദുരന്തമാണ്. ഈ വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ പോലും മാസങ്ങളോളം വർഷങ്ങളോളം ഇവരൊന്ന് അവരുടെ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടും എന്ന് മനസ്സിലാക്കുന്നതാണ്. ഈ വീടിൻ്റെയൊക്കെ ആ പോസ്റ്റ് നിൽക്കുന്നതാണ്. ആ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറുക, തൊട്ടപ്പുറത്തൊക്കെ വലിയ വെള്ളം. നമ്മൾ ഇതിന് മുമ്പ് പൂർണ്ണമായും മുങ്ങിയ നിരവധി വീടുകൾ പോലും ഉണ്ട് അല്ലേ ആറന്മുള പ്രദേശത്ത്? ഉറപ്പായും നമ്മളിപ്പോൾ ഇവരുടെ ഫയർഫോഴ്സ് ടീമിൻ്റെ കൂടെ ബോട്ടിൽ വന്നപ്പോഴാണ് എത്ര വലിയ ദുരന്തമാണ് ആറന്മുളയിൽ ഉണ്ടായത്. ഇപ്പോൾ അബിൻ വർക്കി കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ അബിൻ വർക്കി പറഞ്ഞിരുന്നു, ഇതാണ് സത്യത്തിൽ ആറന്മുളയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്ഥലം, ദുരന്തമുള്ള സ്ഥലം എന്ന് പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ്. കിലോമീറ്റർ കണക്കിന് സ്ഥലത്ത് നമ്മൾ കണക്കിന് സ്ഥലത്ത് വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഈ ഡിങ്കി ബോട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ തിരിച്ച് കൊണ്ടുപോകും. അവിടെ പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ ആംബുലൻസ് സൗകര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് ഈ രോഗിയെ കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക. അതിനുവേണ്ടി ഇവരിപ്പോൾ രോഗിയെ ഇതിലേക്ക് കയറ്റിക്കഴിഞ്ഞു. ഇനി നേരെ ഇവിടുന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നാലാണ് ആൾതാമസം. അവിടെ ലാസ്റ്റ് ഇത് ബോട്ട് എത്തിയതിന് ശേഷം അവിടെ ആംബുലൻസ് സൗകര്യങ്ങളും മറ്റും ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവരെ പെട്ടെന്ന് അപ്പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളടക്കമുള്ള ആളുകളോട് പുറത്ത് നിൽക്കുക, അവരെ കൊണ്ട് ആംബുലൻസിൽ എത്തിച്ചതിന് ശേഷം തിരിച്ചെത്താം. ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് ഈ രോഗമൊക്കെയുള്ള ആളുകൾ. അവർ വീടിനകത്ത് ഇത്തരത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ ഇനി മുകളിലേക്ക് വെള്ളം കയറില്ല എന്ന പ്രതീക്ഷയിൽ അവിടെ തുടർന്ന ആളുകളായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ളവർക്കെല്ലാം വലിയ സഹായം ഇനിയും ആവശ്യമുണ്ട്. നേരത്തെ
ബിൻവർക്കി MLA ഇപ്പോൾ റൈസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണത്തെ ഒരു ദുരന്തം ഏറ്റവും ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ളത് അത് ഈ ആറന്മുള, ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 2018-ലും 2021-ലും ഉണ്ടായ പ്രളയത്തിനെതിരേക്കാൾ വലിയ ദുരന്തമാണ് നമ്മൾ നേരിട്ട് കണ്ടത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം, വ്യാപാരികൾക്ക് നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, നിരവധി ആളുകൾക്ക് ഇപ്പോഴും ആ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുകയാണ്. ഇപ്പോൾ മഴ മാറിയെങ്കിൽ പോലും ആ വെള്ളക്കെട്ട് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി കുറേ അധികം ദിവസത്തേക്ക് ഇതിനൊരു സർക്കാരിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം, സന്നദ്ധ സംഘടനകളുടെ ഒരു സഹായം വേണം, യുവജന സംഘടനകളുടെ സഹായം വേണം. അതിപ്പോൾ ഈ ആറന്മുള പോലുള്ള പ്രദേശത്തൊക്കെ വളരെ അത്യാവശ്യമാണ്, അല്ലേ റൈസ്? ഷിഹാസ്, ഉറപ്പായും. കാരണം നമ്മൾ ഇന്നലെ വന്നതാണ്, ഇന്ന് മുഴുവൻ ഉണ്ടായിരുന്നു. നമ്മളുടെയും വിചാരം ആളുകൾക്ക്, സാധാരണയായി ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലാതെ ഇവിടെയുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലം, ഒറ്റപ്പെട്ട് ദ്വീപ് സ്വഭാവത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് നമ്മൾ പോലും വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇവരുടെ കൂടെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ മറ്റ് ഒരു മാർഗങ്ങളുമില്ല. പെട്ടെന്ന് അപസ്മാരം വന്ന ഒരാളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഫയർഫോഴ്സിൻ്റെ സേവനം തേടുന്നു. അവർ വരുന്നു. ഇങ്ങനെ ഇവിടെ കുറേ ആളുകൾ, ഇവിടെ കുറേയധികം ആളുകൾ ഇവിടെ നിൽക്കുന്നുമുണ്ട്. അവർ ഈ തരത്തിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായാൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അപ്പോൾ എത്ര വലിയ ദുരിതമാണ്. ചേട്ടാ, അങ്ങോട്ടൊന്നും പോകാൻ വേറെ മാർഗമൊന്നുമില്ല. വെള്ളം ഫുള്ള് ചുറ്റിക്കിടക്കും. ബോട്ട് സർവീസ് അവിടെ ചെന്നിട്ട് അവിടെ കാണാൻ പറ്റും ആംബുലൻസോ വണ്ടി. അവിടെ ആംബുലൻസ് കിടപ്പുണ്ട്. ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അല്ല ചുറ്റോടും വിട്ടും പെട്ടതാണ്. ഒരു ആപത്തുണ്ടെങ്കിൽ നമുക്ക് പോകാൻ ഒരു രക്ഷയില്ല. ഇതുപോലെ ഫയർഫോഴ്സോ വല്ലതും വരണം. സാറ് സഹായം വേണം, അല്ലാതെ യാതൊരു രക്ഷയില്ല. ഫയർഫോഴ്സിൽ യാതൊരു രക്ഷയില്ല. ഇതെന്താണ് സത്യത്തിൽ ഈ കാണുന്നത്? എന്തായിരുന്നു? വയലോ? ഇത് വയലാണ് കിടക്കുന്നത്. ഷിയാസ്, അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ബോട്ട് പോകുന്നത് വയലാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ പുഴയാണ് എന്ന്, ഇതൊരു വയലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ കിടക്കുകയാണ്, നമുക്ക് കണ്ണെത്താ ദൂരത്തോളം കിടക്കുകയാണ്. ഒരു കായൽ, നമുക്കൊരു പുഴയായിട്ട് പോലും സങ്കല്പിക്കാൻ പറ്റില്ല. ഒരു വലിയ കായലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കായലല്ല, ഇത് മനുഷ്യരിറങ്ങി നടക്കുന്ന, ഇതിലെ അക്കരെയൊക്കെ പോകുന്ന ഒരു വയലാണ്. നമുക്ക് നടന്നൊക്കെ നമ്മൾ അക്കരയോടെ കയറും. നടന്നു പോകുന്ന അമ്പലത്തിലോട്ട് കയറാം. സ്കൂളൊക്കെ എവിടെയാണ്, ഞങ്ങളൊക്കെ എങ്ങനെയാണ് അമ്പലത്തിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്നൊക്കെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പിന്നെ കുറേ ആളുകളെ, രോഗികളെല്ലാം മാറ്റിയോ? പിന്നെ ഇവിടെ പലരും മാറ്റി. പലരും ഇതുപോലെ സഹായങ്ങളൊക്കെ ചെയ്ത് പലരും മാറ്റി. അല്ലെങ്കിൽ എന്തു ചെയ്യും, നമ്മളെന്ത് ഒരു രക്ഷയില്ല. ഈ സാധാരണ ഇതിൽ ഇങ്ങനെ വെള്ളം നിന്നാൽ കുറേ ദിവസം നിൽക്കുമോ? ഇതിപ്പം ഈ റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിയാൻ ഇറങ്ങത്തില്ല. ഇനി വലിയ പുറത്ത് മഴ പെയ്താൽ വീണ്ടും ഇത് വെള്ളം കയറും. അവിടെ വെള്ളം കയറും. ഇപ്പം വെള്ളം താഴ്ചയാവണ്ട ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് ഷിഹാസെ. ഞാനും സത്യത്തിൽ ബോട്ടിൽ വരുന്ന സമയത്ത് ഇതൊരു ചെറിയ പുഴയായിരിക്കും, അവിടെ ബാക്കി ഭാഗത്ത് വെള്ളം കയറിയതാണ് എന്ന് വിചാരിച്ചപ്പോൾ ചേട്ടനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കാണുന്നത് വലിയ ദുരിതമാണ് ആ ഒരു നാട്ടുകാർ അനുഭവിക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ സമാനമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു അവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നു, വലിയ വെള്ളക്കെട്ടുണ്ടാവുന്നു, നടുക്കൊരു ഒറ്റപ്പെട്ട പ്രദേശം, അവിടെ ചില മനുഷ്യർ, ചില വീടുകൾ, അവിടെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് നേർക്കാഴ്ചകളായി ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് റിപ്പോർട്ടർ TV യുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.